ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ഞങ്ങൾ പറയട്ടെ, ഒരു ലൊക്കേഷൻ കണ്ട് ഒരു ഉത്സവം, ആ മറ്റേ ആരാണേ ആരാണേ അമ്പിളിപ്പൂങ്കടവിൽ, ആ പാട്ടിൻ്റെ സെറ്റ് ഒരു 35 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഉത്സവം സെറ്റ് ഇട്ട് ഫുൾ ഒരു അമ്പലം അങ്ങനെ തന്നെ. എവിടെ ഇരുന്നത്? ഈരാറ്റുപേട്ടയിൽ. ആ അവിടെ ഒരു ഈ വലിയ ക്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കി, ആ വഴിയിൽ ടാർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ സാധനം അത് അങ്ങോട്ട് ക്രെയിൻ കയറ്റിയത്. നമുക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ മൊത്തം സെറ്റപ്പ് പൊളിച്ചുകൊണ്ട് വന്നിട്ട് മഴയില്ലാത്ത സ്ഥലം എവിടെയെന്ന് തപ്പി നമ്മളിങ്ങനെ പോയിട്ട്, അപ്പോൾ പാലക്കാട് ഏരിയയിലാണെങ്കിൽ മഴ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് നമ്മൾ അവിടെ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റേ ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ കാണുന്നത് മറ്റത് ട്യൂൺഡായാണ്. നമ്മൾ ഇന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തെല്ലാം ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് എന്നൊക്കെ കാര്യങ്ങളാണ്. അവിടെ നിന്ന് പൊളിച്ച് ഇപ്പുറത്ത് വന്ന് ഇങ്ങനൊരു ലൊക്കേഷൻ കണ്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചനയും. അപ്പോൾ മൊത്തം ഇത് മാറ്റല്ലേ. അപ്പോൾ അവിടെ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ നിന്നുള്ള തീരുമാനമാണ്. അങ്ങനൊരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. ആ